Our subject is HS300 Principles of Management, Module 1. That is the second part we will discuss. That is for lecture 2. So we have already discussed about the introduction to management, its definitions, managerial roles and functions. So ini adinte baaki session aanu nokkunnathu. So managing, science or art. So managing ennu parayunnathu science aano art aano ennullana question. So managing, if we are practicing it systematically, then it is an art. Systematically നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് ആർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതല്ല, if you are practicing it with an organized knowledge, ഒരു ഓർഗനൈസ്ഡ് നോളേജ് ലെവലിലാണ് നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ then managing is a science. Okay, so ഈ ഓർഗനൈസ്ഡ് നോളേജിലാകുമ്പോൾ the activities can be done very efficiently and effectively. Okay, so അതാണ് organized knowledge type of ഇതിൽ വരുന്നത്. Then the managing is science. അതല്ല, when we are practicing it systematically, then the managing is an art. Span of control. That is the number of subordinates a manager or supervisor can supervise, manage or control effectively and efficiently. ഒരു മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ ഉണ്ടാകും. അങ്ങേർക്ക് എത്ര നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെ മാനേജ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും പറ്റും. ഓക്കെ, അതാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കുഡ് ബി ഡൺ വെരി ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഓർഗനൈസേഷൻ ആൻഡ് എക്സ്റ്റേണൽ എൻവറോൺമെന്റ്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അകത്ത് മാത്രമായി ഒതുങ്ങുന്നതല്ല. ഓക്കെ, it have so many functions and duties towards our external environment also. Means our organization പുറത്തുള്ള എൻവറോൺമെന്റിനും കൂടെ ചെയ്യേണ്ട ഒരുപാട് ഡ്യൂട്ടീസ്, ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് കടമകളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇതതിൽ എന്താ പറയുക, അകത്ത് മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഓക്കെ, സോ ഒരു ഓർഗനൈസേഷന് എക്സ്റ്റേണൽ എൻവറോൺമെന്റുമായിട്ടുള്ള ഡയഗ്രമാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ടെക്നോളജിക്കൽ, economical, ethical, political and legal, ecological, social. ഇത്രയാണ് എക്സ്റ്റേണൽ എൻവറോൺമെന്റ്സിൽ പറയുന്നത്. ഇനി അത് ഓരോന്നുമായിട്ട് നോക്കാം. സോ നമുക്കറിയാം, ഒരു സൊസൈറ്റി അല്ലെ, ഒരു സൊസൈറ്റി പറഞ്ഞാൽ അതിനകത്ത് വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് ബിസിനസ് ഉണ്ടാവും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ്സസ് ഉണ്ടാകും. സോ ടുഗെദർ അത് ഈ ഓരോ ഗ്രൂപ്പും ദേ സർവൈവ് ടുഗെദർ ആൻഡ് റെപ്രസെന്റിങ് വേരിയസ് ഇൻട്രസ്റ്റ്. ഒന്നിച്ചാണ് ഇതാണെങ്കിലും ഓരോ ബിസിനസ്സിനും ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ അതിൻ്റെ ഇടയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകാം, അതെല്ലാം അഗ്രിമെന്റ്സ് ഉണ്ടാകാം. ഓക്കെ, സോ ഹൗവർ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് ആയിട്ട് അവെയർ ആയിരിക്കും. അതാണ് പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ വരുന്നത്. ദാറ്റ് ഈസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഓരോ ബിസിനസ് ഗ്രൂപ്പ്സിനും ഉണ്ടാവുന്നത്. സോ അങ്ങനെ തുടങ്ങുമ്പോൾ ഫസ്റ്റ് എക്സ്റ്റേണൽ എൻവറോൺമെന്റ് എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ആൻഡ് ഇന്നോവേറ്റീവ് എൻവറോൺമെന്റ്. ഒരു ടെക്നിക് എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് മീൻ ബൈ ടെക്നിക്? ദ വേ ഓഫ് ഡൂയിങ് തിങ്സ്, അല്ലെ, ഒരു കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ടെക്നിക്കിൽ വരുന്നത്. സോ ആ ഒരു ടെക്നിക്ക് വരണമെങ്കിൽ ദ ഷുഡ് ബി ആൻ ഓർഗനൈസ്ഡ് നോളേജ്. അതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളേജ് ഉണ്ടാവണം ഓരോ കാര്യങ്ങൾ ചെയ്തു വരാനായിട്ട്. സോ അങ്ങനെ ഓരോന്നും, ദാറ്റ് ഈസ് ഫൈൻഡിങ് ന്യൂ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ്, പുതിയ ഐഡിയാസ്, അതൊക്കെ കൊണ്ടുവരുന്ന കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാം? ഇൻവെൻഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഇന്നോവേഷൻസ് എൻ്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, പ്രൊഡക്റ്റ്, സർവീസ്, പ്രോസസ് എന്നുള്ളതിനൊക്കെ. ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ എന്ന് വെച്ചാൽ എന്താ? ദാറ്റ് ഈസ് വെർ വി യൂസ് അവർ എക്സിസ്റ്റിംഗ് നോളേജ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് മെത്തേഡ്. ഒരു മെത്തേഡിൽ ഒരു കാര്യം ഇന്നോവേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്തു, സെയിം തന്നെ കണ്ടിന്യൂസ്ലി നമ്മൾ അത് വെച്ചിട്ട് തന്നെ ഓരോ പ്രൊഡക്റ്റും മാറ്റി മാറ്റി കൊണ്ടുവന്നുകൊണ്ടിരുന്നാൽ ദാറ്റ് ഈസ് ആൻ ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ. ഓക്കെ, അതല്ലാതെ പുതിയ മെത്തേഡ്സ് അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ട്സ്, സർവീസസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതാണ് ഡിസ്ട്രപ്റ്റീവ് ഓർ ബ്രേക്ക് ത്രൂ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ടെക്നിക് എന്ന് പറഞ്ഞാൽ ദ വേ ഓഫ് ഡൂയിങ് തിങ്സ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ത്രൂ ഓർഗനൈസ്ഡ് നോളേജ്.
ഇൻവെൻഷൻ എന്ന് പറയുമ്പോൾ ഫൈൻഡിങ് ന്യൂ പ്രൊഡക്റ്റ് സർവീസസ് ഒക്കെയാണ്. സോ അതിൻ്റെ ബേസിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇന്നോവേഷൻസ് ആണ് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ, സർവീസ് ഇന്നോവേഷൻ, പ്രോസസ് ഇന്നോവേഷൻ എന്നൊക്കെ പറയുന്നത്. ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ എന്ന് വെച്ചാൽ ഒരു എക്സിസ്റ്റിംഗ് നോളേജ്, ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു മെത്തേഡ് ഓർ നോളേജിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പ്രൊഡക്ട്സ് ഇംപ്രൂവ് ചെയ്തു വരുന്നതാണ് ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അതല്ല when we are using new methods അല്ലെങ്കിൽ new products or services കൊണ്ടുവന്നു കഴിഞ്ഞാൽ that is a disruptive or breakthrough innovation. Next one is ecological environment. Okay, that is ecology എന്ന് പറഞ്ഞാൽ എന്താ? The relationship of people and other living things with their environment such as soil, water and air. Okay, ഒരു ഓർഗനൈസേഷൻ തുടങ്ങുന്നു, okay, ഒരു ഇൻഡസ്ട്രി ഉണ്ട്. And we should not pollute our environment by means of this industrial waste. Industrial waste കൊണ്ടൊന്നും environment pollute ചെയ്യരുത്. So we have some duties towards our soil, water and air. Okay, so our relationship with this external environment, അത് അങ്ങനെ വരുന്നതാണ് ecological environment എന്ന് പറയുന്നത്. For example, ഇവിടെ തന്നിട്ടുണ്ട്, that is in 1984 the lethal vapors from Union Carbide pesticide plant in India killed over 2000 people and injured nearly 40,000. Okay, so യൂണിയൻ കാർബൈഡ് പെസ്റ്റിസൈഡ് പ്ലാന്റ് കാരണം ഇന്ത്യയിൽ ഉണ്ടായ ഒരു ദുരവസ്ഥയാണത്. ഓക്കെ, സോ വി ഷുഡ് ഹാവ് a duty അല്ലെങ്കിൽ നമ്മുടെ ഒരു ethics ഉണ്ട് towards our environment. That is, we should not pollute soil, water and air. Okay, ആ അതിൽ വരുന്നതാണ് ecological environment എന്ന് പറയുന്നത്. സോ അതിനായിട്ട് യൂറോപ്യൻ കൺട്രീസ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് ISO 14001 എന്ന് പറയുന്നത്. Okay, next one is social environment. There are many stakeholders and claimants to the organization. So we should have a social responsibility that associated with not only business but with government, universities, non-profit foundations, other charitable organizations, etc. നമുക്ക് ഉണ്ടാകുന്ന ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അത് നമ്മുടെ ഒരു ഓർഗനൈസേഷനകത്ത് അല്ലെങ്കിൽ ആ ഒരൊറ്റ ബിസിനസ്സിന് മാത്രം ഒതുങ്ങുന്നതല്ല. We should have responsibility to our government, അതല്ല other non-profit foundations, ഇനി ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ്. ഓക്കെ, ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉൾക്കൊള്ളുന്ന ഇതാണ് ഏതിൽ വരുന്നത്? സോഷ്യൽ എൻവറോൺമെന്റിൽ വരുന്നത്. The next one is ethical environment. The managerial ethics, these are rules and principles that are decided by our upper management. Okay, so ഏതൊരു ബിസിനസ് ഓർ ഓർഗനൈസേഷനിലും പാലിച്ചു പോകേണ്ടതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. It can be obtained from our fundamental morals. From our systematic study of morals only, we can get the ethical values and principles. So it should be ability of a corporation to relate its operation, okay, through in a systematic study of morals. So managers aim to maximize the profit within the confines of ethical values and principles. Okay, ethics നമ്മൾ നടപ്പാക്കേണ്ട ഒരു ന്യായം, നീതി, അതൊക്കെയാണ് എത്തിക്സിൽ വരുന്നത്. അത് വിട്ടിട്ട് നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കരുത്. ഓക്കെ, വി ഷുഡ് ഹാവ് ദാറ്റ് മോറൽ വാല്യൂസ് വിത്ത് അവർ സെൽഫ്. അതിൽ നിന്നുകൊണ്ടായിരിക്കണം ലീഗലി ആൻഡ് പ്രൊഫഷണലി ഒരു മാനേജർ എന്ന് പറയുന്നത് ഹി ഷുഡ് ബി ഏബിൾ ടു മേക്ക് മാക്സിമൈസ് ദ പ്രോഫിറ്റ്. ഓക്കെ, അതാണ് എത്തിക്കൽ എൻവറോൺമെന്റിൽ വരുന്നത്. The next one is economic environment. Economic environment, it consists of external factors in the business market. Okay, that is for microeconomic environment ഉണ്ട്, macroeconomic environment ഉണ്ട്. So ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ microeconomic environment ആകുമ്പോൾ that affects the business decision making such as individual actions of the firms and consumers. ഇപ്പോൾ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നു, സോ ദാറ്റ് ഡിമാൻഡ് സപ്ലൈ, പിന്നെ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകും. ഇതൊക്കെയാണ് മൈക്രോ എക്കണോമിക് എൻവറോൺമെന്റ് വരുന്നത്. ഇറ്റ് ഈസ് പ്യൂർലി ഡിപ്പെൻഡഡ് ഓൺ അവർ എക്കണോമി. ഓക്കെ, സോ അതിന്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ബിസിനസ് മാർക്കറ്റിൽ വരുമ്പോൾ എക്കണോമിയെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് എക്കണോമിക് എൻവറോൺമെന്റിൽ പറയുന്നത്. സോ മൈക്രോ എക്കണോമിക് എൻവറോൺമെന്റ് എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് വിത്തിൻ അവർ ഓർഗനൈസേഷനിൽ വരാവുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എഫക്റ്റഡ് ആവാവുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ഓക്കെ, സോ അത് വിത്തിൻ ദ ഓർഗനൈസേഷൻ, ആ ബിസിനസ്സിൽ എടുക്കുന്ന നമ്മുടെ ഡിസിഷൻസിൽ വരുന്ന പാളിച്ചകളാകാം, അതല്ല ഒരു ഇൻഡിവിജ്വൽ ആക്ഷൻസ്. ഇപ്പോൾ
demand ഉണ്ടായി but we are not able to give that much supply. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന കോമ്പറ്റീറ്റേഴ്സ്, ഇതെല്ലാമാണ് മൈക്രോ എക്കണോമിക് എൻവറോൺമെന്റിൽ വരുന്നത്. മാക്രോ എക്കണോമിക് എൻവറോൺമെന്റ് വെച്ചാൽ ദാറ്റ് എഫക്ട്സ് ദ എൻറ്റയർ എക്കണോമി. എല്ലാ ബിസിനസ്സിനെയും എല്ലാ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനെയും ഒരേപോലെ എഫക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് ആണ് മാക്രോ എക്കണോമിക് എൻവറോൺമെന്റിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ്, ടാക്സ് റേറ്റ്, ഇൻഫ്ലേഷൻ. ഓക്കെ, സോ എല്ലാത്തിനും ഇൻട്രസ്റ്റ് ഈ ടാക്സ് എല്ലാം കൂടുമ്പോൾ ഇറ്റ് വിൽ എഫക്ട് ഓൾ ദ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ദ എൻറ്റയർ എക്കണോമിയെ തന്നെ എഫക്ട് ചെയ്യും. ദാറ്റ് ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് വരുന്നതാണ് ഇത് മാക്രോ എക്കണോമിക് എൻവറോൺമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവറോൺമെന്റ്. പൊളിറ്റിക്കൽ ലീഗൽ എൻവറോൺമെന്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അതായത് ഇന്റേണൽ പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ട്, ലൈക്ക് കറപ്ഷൻ, വീക്ക് റൂൾ ഓഫ് ലോ, സോഷ്യൽ ഫ്രാഗ്മെന്റേഷൻ എക്സെട്ര. ഇതെല്ലാമാണ് ഇന്റേണൽ പൊളിറ്റിക്കൽ റിസ്കിൽ വരുന്നത്. എക്സ്റ്റേണൽ പൊളിറ്റിക്കൽ റിസ്ക് ആകുമ്പോൾ ഇറ്റ് കൺസേൺസ് ദ ഇന്റേണൽ ഗവൺമെന്റൽ റിലേഷൻസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ബെനിഫിറ്റ്സ് ലൈക്ക് ട്രേഡ് റിലേഷൻസ്, ലൈക്ക് ട്രേഡ് അഗ്രിമെന്റ്സ്, പിന്നെ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്സ്. ഓക്കെ, ഒരു ബോർഡറിന് മറ്റൊരു ബോർഡറിലേക്ക് പാസ് ചെയ്യുമ്പോൾ ആ ട്രേഡ് ഡിസ്പ്യൂട്ട്സ്. ഓക്കെ, ഇത് ഈ റിസ്ക് എല്ലാമാണ് എക്സ്റ്റേണൽ പൊളിറ്റിക്കൽ റിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. This is a political and legal environment എന്ന് പറയുന്നത്. Okay, it should have it will includes internal political risk ഉണ്ട്, external political risk ഉണ്ട്. Internal political risk എന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ, that is corruption, അതെല്ലാം ലോ ഒന്നും കറക്റ്റ് ആയിട്ട് പാലിക്കുന്നില്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഡൂയിങ് ഇറ്റ് ലീഗലി, അങ്ങനെയൊക്കെ വരുന്നതാണ് ഇന്റേണൽ പൊളിറ്റിക്കൽ റിസ്ക്. എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ that is an inter governmental relations. ഓക്കെ, ട്രേഡ് അഗ്രിമെന്റ്സ് വേണം, that is from border to border പാസ് ചെയ്യുമ്പോൾ ഉള്ളത്, അതുകൊണ്ടുണ്ടാവുന്ന ഡിസ്പ്യൂട്ട്സ്, ഇതെല്ലാം ഇഫക്റ്റഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിലാണ് ഇത് വരുന്നത് എക്സ്റ്റേണൽ പൊളിറ്റിക്കൽ റിസ്ക് വരുന്നത്. സോ ഇത്രയും നേരം നോക്കിയതായിരുന്നു ദാറ്റ് ഈസ് അവർ ഓർഗനൈസേഷണൽ എക്സ്റ്റേണൽ എൻവറോൺമെന്റ് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, ഓർഗനൈസേഷണൽ എക്സ്റ്റേണൽ എൻവറോൺമെന്റിൽ ഡിഫറെന്റ് ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് എക്സ്റ്റേണൽ എൻവറോൺമെന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് ടെക്നോളജിക്കൽ, സോഷ്യൽ, എക്കണോമിക്കൽ, ethical, ecological, political and legal എന്നുള്ള എൻവറോൺമെന്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ എൻവറോൺമെന്റും ഹൗ ഇറ്റ് എഫക്ട്സ് അവർ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ എങ്ങനെ ഓരോ എൻവറോൺമെന്റിലും ഓർഗനൈസേഷൻ ഡിപ്പെൻഡഡ് ആകുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇത്ര നേരം നോക്കിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് മാനേജിംഗ് ഫോർ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. Competitive advantage is a favorable position an organization seeks in order to be more profitable than its competitors. എന്ന് വെച്ചാൽ എന്തായാലും ഒരു ബിസിനസ് ആകുമ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഒരുപാട് ഉണ്ടാകും. സോ നമ്മൾ അതിന്റെ എല്ലാ അഡ്വാൻറ്റേജസ് സൈഡായിരിക്കും കാണേണ്ടത്. ഓക്കെ, അതാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും അഡ്വാൻറ്റേജസ് കൂട്ടുന്നതായിരിക്കണം നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ യു ഷുഡ് നോട്ട് ഡു എനിത്തിങ് വിത്തൗട്ട് എത്തിക്സ് ഇല്ലാതെ ചെയ്യരുത്. സോ അങ്ങനെ നോക്കുമ്പോൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിൽ വരുന്നത് ദാറ്റ് ഈസ് അത്രയും സക്സസ് ആവാൻ വേണ്ടിയിട്ട് 4 ഫണ്ടമെന്റൽ സക്സസ് ഡ്രൈവേഴ്സ് ഉണ്ട്. അതൊക്കെയാണ് ഇത്. ദാറ്റ് ഈസ് കോസ്റ്റ് കോമ്പറ്റീറ്റീവ്നെസ്, ക്വാളിറ്റി, സ്പീഡ്, ഇന്നോവേഷൻ. ഇതിന്റെ ബേസിലായിരിക്കണം അവർ കോമ്പറ്റീഷൻ ഇൻ എനി ഓർഗനൈസേഷൻ. ഏത് ബിസിനസ് തമ്മിലായാലും ഹെൽത്തി ആയിരിക്കണം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ട കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് ഫണ്ടമെന്റൽ സക്സസ് ഡ്രൈവേഴ്സ്, 4 ഫണ്ടമെന്റൽ സക്സസ് ഡ്രൈവേഴ്സ് ഉണ്ട് ടു ഗെറ്റ് മോർ അഡ്വാൻറ്റേജ്. ദാറ്റ് ഇസ് ഹെൽത്തി ആയിട്ട് കോമ്പറ്റീഷൻ കൊണ്ടുപോകാനായിട്ട് വിത്തൗട്ട് എത്തിക്സ് ഒന്നും ചെയ്യാതിരിക്കാനായിട്ടുള്ള ഫണ്ടമെന്റൽ സക്സസ് ഡ്രൈവേഴ്സ് ആണ് 4 ഫണ്ടമെന്റൽ സക്സസ് ഡ്രൈവേഴ്സ്. ദാറ്റ് ഇസ് കോസ്റ്റ് കോമ്പറ്റീറ്റീവ്നെസ്, ക്വാളിറ്റി, സ്പീഡ് ആൻഡ് ഇന്നോവേഷൻ. Cost competitiveness ആദ്യത്തെ, that is all about by keeping the price low. But എന്തുണ്ടാവണം, പ്രോഫിറ്റിനെ നമ്മൾ എപ്പോഴും റിയലൈസ് ചെയ്യണം, എന്നാലും കമ്പാരിറ്റീവ്ലി പ്രൈസ് ലോ ആക്കി കഴിയുന്നതാണ് കോസ്റ്റ് കോമ്പറ്റീറ്റീവ്നെസ്സിൽ വരുന്നത്. സോ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ഡെൽ കമ്പ്യൂട്ടേഴ്സ്, ദേ ആർ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനീസ് ഓഫ് ദ വേൾഡ് ഡീലിംഗ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. പക്ഷെ നമുക്ക് എന്നാലും അഫോർഡബിൾ പ്രൈസ് ആണ് അവരുടെ. ഓക്കെ, ആൻഡ് ഡീൽ ഓൺലൈൻ ഇൻ ദ ഇന്റർനെറ്റ്. അതെല്ലാം നമുക്ക് പ്രൈസിന്റെ ബേസിലാണ് ഇത് പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ. ദാറ്റ് ഈസ് കീപ്പിംഗ് ദ പ്രൈസ് ലോ ബട്ട് റിയലൈസിങ് ദ പ്രോഫിറ്റ്. ഓക്കെ, അതാണ് കോസ്റ്റ് കോമ്പറ്റീറ്റീവ്നെസ്സിൽ വരുന്നത്. നെക്സ്റ്റ് ഇസ് ക്വാളിറ്റി. സോ ഈവൺ ഇഫ് നമ്മൾ കോസ്റ്റ് കുറച്ചാലും
we should not decrease our quality. Quality എപ്പോഴും നമ്മളൊരു excellent quality maintain ചെയ്യണം. Okay, that is the excellence of a product. That is including the attractiveness. അതേപോലെ attractive ആയിരിക്കണം. Lack of defects ഉണ്ടാവാൻ പാടില്ല. It should be reliable and long term dependability. നമ്മൾ എപ്പോഴും ഒരു കാര്യം ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അത് എത്ര നാളത്തേക്ക് നിൽക്കും അല്ലെ, അതിന്റെ ലോങ് ടേം ഡിപ്പെൻഡബിലിറ്റി നമ്മൾ നോക്കും. അതുപോലെ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഡിഫക്ട്സ് ഒന്നും പാടില്ല. ഓക്കെ, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കണം. സോ ഇതെല്ലാം ചെയ്യും, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിരിക്കാൻ വേണം. ഓക്കെ, ദാറ്റ് ഈസ് ദ എക്സലൻസ് ഓഫ് എ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ചീപ്പർ ആണെന്ന് പറഞ്ഞു, ബട്ട് വി ഷുഡ് മെയിൻറ്റെയിൻ ദാറ്റ് ക്വാളിറ്റി ആസ് വെൽ. Next is speed, that is fast and timely execution of the response. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഒരു റിക്വസ്റ്റ് വന്നു, സോ അതിനോട് നമ്മൾ എത്ര സ്പീഡിൽ അത് റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അത് എത്ര വേഗം നമ്മൾ ഡെലിവർ ചെയ്യുന്നു, അതെല്ലാം ഡിപ്പെൻഡഡ് ഓൺ ദ സ്പീഡ് ആണ്. ദാറ്റ് ഇസ് എ ഫാസ്റ്റ് ആൻഡ് ടൈംലി എക്സിക്യൂഷൻ ഓഫ് ദ റെസ്പോൺസ്. The last one is innovation, that is the creation of new devices, objects, ideas or procedure useful in accomplishing the human objectives. എന്നുവെച്ചാൽ ഓരോ പ്രോഡക്ട്സ് കസ്റ്റമറിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പുതിയ പുതിയ പ്രോഡക്ട്സ് ഇന്നോവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ക്രിയേഷൻസ് ആണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. സോ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് സാംസങ് ലീഡിംഗ് സെൽഫോൺ company, dominating because they implement new ideas in their products and deliver continuously new products in the market for every class of customer. So ഓരോ കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഓരോ ലെവൽസിലും കിടക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഓരോ കസ്റ്റമേഴ്സിനും ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ അതിന്റെ എല്ലാം ബേസിൽ പുതിയ പുതിയ പ്രൊഡക്റ്റ് ഇൻവെന്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഇന്നോവേഷൻ. സോ ദീസ് ആർ ദ 4 സക്സസ്ഫുൾ ഡ്രൈവേഴ്സ് ഫോർ എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള 4 സക്സസ്ഫുൾ ഡ്രൈവേഴ്സ് ആണ് ഇതെല്ലാം. കോസ്റ്റ്, കോമ്പറ്റീറ്റീവ്നെസ്, ക്വാളിറ്റി, സ്പീഡ് ആൻഡ് ഇന്നോവേഷൻ. So that's all for today's lecture. So we have discussed managing as a science or art, organization and its external environment, and the last one, the competitive advantage. In all point, that is the fundamental success drivers.